നമസ്കാരം. നയൻതാര ധനുഷ് പോര് തമിഴ് സിനിമാ ലോകവും കടന്ന് വ്യാപിക്കുകയാണ്. നയൻതാരയ്ക്ക് പിന്തുണയുമായി കൂടുതൽ സിനിമാ താരങ്ങൾ എത്തുമ്പോൾ സോഷ്യൽ മീഡിയയുടെ പിന്തുണ ധനുഷിനാണ് എന്നതാണ് കൂടുതൽ കൗതുകം. ധനുഷിനായി ഹാഷ്ടാഗുകൾ വരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ നയൻതാരയ്ക്കാകട്ടെ സിനിമാ ലോകത്തിന്റെ പിന്തുണ ഏറെയാണ്. ധനുഷിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച നയൻതാരയെ പിന്തുണച്ചുകൊണ്ട് നസ്രിയ, പാർവതി തിരുവോത്ത്, ഐശ്വര്യ ലക്ഷ്മി, ഗീതു മോഹൻദാസ് അടക്കമുള്ള താരങ്ങളും രംഗത്ത് വന്നു. തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഗീതു നയൻതാരയ്ക്ക് പിന്തുണയറിയിച്ചത്. ധനുഷിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള നയൻതാരയുടെ തുറന്ന കത്തിനൊപ്പം ഇരുവർക്കും കൂടുതൽ ശക്തിയും സ്നേഹവും ബഹുമാനവും എന്ന് കുറിച്ചുകൊണ്ടാണ് ഗീതു മോഹൻദാസ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്തത്. നയൻതാരയെയും വിഘ്നേഷ് ശിവനെയും മെൻഷൻ ചെയ്ത സ്റ്റോറി വിഘ്നേഷ് ശിവൻ റീഷെയർ ചെയ്തിട്ടുമുണ്ട്. ലവ്, ഫയർ തുടങ്ങിയ സ്മൈലി കമന്റായി രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു പാർവതിയുടെ പിന്തുണ. പാർവതിയുടെ കമന്റിന് നയൻതാരയും ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആദരവ് തോന്നുന്നുവെന്ന് ഇഷ തൽവാർ കുറിച്ചു. നിങ്ങളൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് അഭിനേത്രികൾക്ക് നമ്മുടെ ബൗദ്ധിക സ്വത്തിൽ അവകാശമില്ല. കരാർ തൊഴിലാളികൾക്ക് പകരം ഒരു ഓഹരി ഉടമയുടെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന വ്യവസ്ഥാപരമായ മാറ്റം കൊണ്ടുവരേണ്ട സമയമാണിത് എന്ന് ഞാൻ കരുതുന്നു എന്നാണ് ഗായത്രി ശങ്കറിന്റെ പ്രതികരണം. അനുപമ പരമേശ്വരൻ, ഗൗരി കിഷൻ, അഞ്ജു കുര്യൻ, ഐശ്വര്യ ലക്ഷ്മി, നസ്രിയ തുടങ്ങിയ മലയാളി നായികമാരും നയൻതാരയുടെ പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ അനുപമ പരമേശ്വരൻ, ഐശ്വര്യ ലക്ഷ്മി, നസ്രിയ, പാർവതി തിരുവോത്ത് എന്നിവർ ധനുഷിനൊപ്പം ഒന്നിച്ച് അഭിനയിച്ചവരാണ്. എന്നാൽ സമൂഹ മാധ്യമങ്ങളുടെ പിന്തുണ ധനുഷിന് ഏറി വരികയാണ്. ധനുഷിനെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ച നടി നയൻതാരയ്ക്കെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ധനുഷിനെ ന്യായീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഹാഷ്ടാഗുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. നയൻതാരയുടെ പ്രതികരണം പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനമാണ് നടിക്ക് നേരെ ഉയർന്നത്. നയൻതാര വിവാഹ വീഡിയോ നെറ്റ്ഫ്ലിക്സിന് കൊടുത്തത് പുള്ളിക്കാരിയുടെ ബിസിനസ് മൈൻഡ്. താൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിന്റെ ഫുട്ടേജ് അതിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധനുഷ് അണ്ണൻ കോമ്പൻസേഷൻ കേസ് കൊടുത്തത് അണ്ണന്റെ ബിസിനസ് മൈൻഡ്. ഇതിനിടയിലൂടെ അണ്ണൻ നാനും റൗഡി താൻ പടത്തിലെ വല്ല ചുരുക്കം തീർക്കാൻ നോക്കുന്നതാണെങ്കിൽ അത് അണ്ണനുള്ള ബോണസ്. മക്കളുടെ ആയമാരുടെ സാലറി വരെ പ്രൊഡ്യൂസർമാരിൽ നിന്ന് വാങ്ങുന്ന പുള്ളിക്കാരിയും അത്ര ഉദാരമതിയൊന്നുമല്ലല്ലോ. പ്രമോഷന് വിളിച്ചാൽ പോകില്ല, എക്സ്ട്രാ പൈസ വേണം, വീടിന്റെ ഇത്ര കിലോമീറ്റർ വരെ ഒരു സാലറി, അത് കഴിഞ്ഞാൽ പിന്നെ അധികം പൈസ. പൊതുവേദിയിൽ അവാർഡ് കൊടുക്കാൻ വന്ന അല്ലു അർജുന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാതെ അപമാനിച്ചു. ഇപ്പോൾ പിള്ളേരെ നോക്കാൻ 4-5 ആയമാരുമായി സിനിമാ സെറ്റിൽ വരും. ആ ചിലവ് നിർമ്മാതാവ് നോക്കണം. പിള്ളേരുടെ ഒപ്പം ലോക്കൽ പിള്ളേർ കളിക്കാൻ വന്നാൽ വഴക്ക്. 6 കോടിക്ക് എടുക്കേണ്ട പടം 16 കോടിയാക്കി വിഘ്നേഷ് വലിപ്പിച്ചു. ധനുഷിന് ആ പടത്തിൽ നിന്ന് ലോസായി എന്നും അതുകൊണ്ട് ഇവർ NOC ചോദിച്ചു വന്നപ്പോൾ മൈൻഡാക്കിയില്ല എന്നും പറഞ്ഞു. ആ സീൻ കണ്ടതും പുള്ളി കയറി അസലൊരു പണി കൊടുത്തു. എന്നിട്ട് കല്യാണം വിറ്റ് പൈസയാക്കാൻ നോക്കി ധനുഷിന്റെ അടുത്ത് വന്നപ്പോൾ ധനുഷ് തനിക്കുണ്ടായ നഷ്ടം 10 കോടി തന്നാൽ വീഡിയോ തന്നേക്കാമെന്ന് പറഞ്ഞു. ഒരു സിനിമയുടെ പിന്നണിയിലുള്ള ദൃശ്യങ്ങളും ഡിലീറ്റഡ് സീനുകളും ഉൾപ്പെടെ എല്ലാം തന്നെ, അതായത് തിരക്കഥ ഒഴികെയുള്ള മറ്റെല്ലാം തന്നെ പ്രൊഡ്യൂസറിന് അവകാശപ്പെട്ടതാണ്. അത് വിൽക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും പ്രൊഡ്യൂസറിനാണ്. വാണിജ്യ ആവശ്യത്തിന് വേണ്ടി ആ വിഷ്വൽസ് ഉപയോഗിച്ചാൽ അതിന് നഷ്ടപരിഹാരം ചോദിക്കാനുള്ള അവകാശവും പ്രൊഡ്യൂസറിനുണ്ട്. ഏകദേശ കണക്ക് പ്രകാരം ഏതാണ്ട് 25 കോടി രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് നയൻതാരയുടെ ആ ഡോക്യുമെന്ററി വാങ്ങിയത്. അത്രയും കാശ് വാങ്ങി ഒരു പരിപാടി ചെയ്യുമ്പോൾ കോപ്പി റൈറ്റ്സ് ഒക്കെ വാങ്ങേണ്ടത് മിനിമം മര്യാദയാണ്. അത് ചെയ്യാതെ നോട്ടീസ് അടിച്ചു കിട്ടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ദൈവത്തിന്റെ കോടതി, മൊറാലിറ്റി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നതും വ്യക്തിഹത്യ ചെയ്യുന്നതും വെറും പക്വതയില്ലാത്ത പെരുമാറ്റം മാത്രമാണ്. ഇക്കാര്യത്തിൽ ധനുഷിന് ഒപ്പം കാശ് കൊടുത്ത് റൈറ്റ്സ് വാങ്ങ പെണ്ണെ എന്നിങ്ങനെ നീളുകയാണ് ധനുഷിനെ പിന്തുണച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ കമന്റുകൾ. അവാർഡ് വേദിയിൽ തുടങ്ങി വർഷങ്ങളായി തുടരുന്ന ധനുഷ് നയൻതാര പോര് വീണ്ടും ചർച്ചകളിൽ നിറയുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് 2016 ഫിലിം ഫെയർ അവാർഡ് വേദിയിൽ വെച്ച് നയൻതാര ധനുഷിനോട് ക്ഷമ പറഞ്ഞ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. വിഘ്നേഷ് ശിവൻ രചനയും സംവിധാനവും നിർവഹിച്ച് നയൻതാരയും വിജയ് സേതുപതിയും അഭിനയിച്ച
നാനും റൗഡി താൻ എന്ന ചിത്രം നിർമ്മിച്ചത് ധനുഷായിരുന്നു. എന്നാൽ ഈ ചിത്രത്തിലെ നയൻതാരയുടെ പ്രകടനം ധനുഷ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഷൂട്ടിങ്ങിനിടെ സെറ്റിൽ ധനുഷ് എത്തി നയൻതാരയുടെ അഭിനയം മെച്ചപ്പെടുത്താൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ അന്ന് വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. ബധിരയായ ഒരു കഥാപാത്രത്തിന് ഏറെ പ്രശംസകൾ നേടിയ നയൻതാരയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡും ലഭിച്ചു. അവാർഡ് വാങ്ങാൻ വേദിയിലെത്തിയ നയൻതാര തന്റെ പ്രകടനം ധനുഷിന് ഇഷ്ടപ്പെടാത്തതിൽ ക്ഷമ ചോദിക്കുകയും അടുത്ത തവണ താൻ മെച്ചപ്പെടുത്താം എന്ന് പറയുകയും ചെയ്തിരുന്നു. അത്ര പ്രസന്നമല്ലാത്ത മുഖഭാവങ്ങളോടെയാണ് ധനുഷ് അന്ന് സദസ്സിലിരുന്നത്. എനിക്ക് ഈ അവസരത്തിൽ ധനുഷിനോട് ക്ഷമ പറയാനുണ്ട്. കാരണം നാനും റൗഡി താൻ എന്ന ചിത്രത്തിലെ എൻ്റെ പ്രകടനം ധനുഷ് തീർത്തും വെറുത്തിരുന്നു. എൻ്റെ പ്രകടനം താങ്കളെ നിരാശപ്പെടുത്തിയതിൽ സോറി ധനുഷ്. അടുത്ത തവണ ഞാൻ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം. എങ്ങനെയായിരുന്നു നയൻതാര അന്ന് വേദിയിൽ സംസാരിച്ചത്. നാനും റൗഡി താൻ റിലീസ് ചെയ്ത് ഇത്ര കാലം കഴിഞ്ഞിട്ടും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടരുന്നുവെന്നാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്.